മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ജയചന്ദ്രൻ നമ്മോടൊപ്പമുണ്ട്. ശ്രീ എം ജയചന്ദ്രൻ, കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ്, ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്വന്തം നിലപാടും സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് SDPI. ഇപ്പോൾ നോക്കൂ, വളരെ നിരുപാധികമായ ഒരു പിന്തുണ ഇത്തരത്തിൽ UDF-ന് കോൺഗ്രസിന് നൽകുകയാണ്. ഇത്തരത്തിലൊരു നിരുപാധിക പിന്തുണ നൽകണമെങ്കിൽ ഇത് നിരുപാധികം നേടിയതാണ് എന്ന് പറയാൻ കഴിയുമോ? ഇത് സംബന്ധിച്ച് ചില ചർച്ചകൾ നടന്നതായി എന്നുള്ള ചില മാധ്യമ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നുണ്ട്. നിരുപാധികം അവരിങ്ങനെ വന്ന് പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണോ കോൺഗ്രസിന് ഉണ്ടായത്? ഇത് ഇപ്പം മാത്രമല്ല നീലിമ, ഇതിൻ്റെ ഒരു ഇവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ കാണാവുന്നത്, ഇതിപ്പോൾ 21ാം നൂറ്റാണ്ടാണല്ലോ, 2024. ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യം പിന്നെ LDF അധികാരത്തിൽ വരുന്നത് 2006-ലാണ്. ആ 2006-ൽ SDPI ഇല്ല, PFIയും ഇല്ല, അന്ന് NDF ആണുള്ളത്. അതെ, ഓർക്കുന്നില്ല? അന്നത്തെ NDF പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു. ആർക്ക്? UDF-ന്. എന്തായി സംഭവം? എന്തായി? റിസൾട്ട് വന്നപ്പോൾ 98 സീറ്റും നേടി VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി 2006-ൽ. 2011-ൽ ഇവർ പിന്തുണ കൊടുത്തത് UDF-ന്. 2016-ൽ ഇവർ പിന്തുണച്ചത് UDF-നെ. 2021-ൽ ഇവർ പിന്തുണച്ചത് UDF-നെ. ഇവരെന്നാണ് UDF-ന് പിന്തുണ കൊടുക്കാതിരുന്നിട്ടുള്ളത് എന്ന് മാത്രം ആലോചിക്കൂ. ഇനി മറ്റൊരു കാര്യം, 2014-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. മലപ്പുറത്ത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എളമരം കരീം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. E. അഹമ്മദാണ് വിജയിച്ചത്. പക്ഷേ 47,000-ൽ പരം വോട്ട് നേടി സ്ഥാനാർത്ഥി, PFI സ്ഥാനാർത്ഥി അവിടെ എളമരം കരീം അവിടെ നേടി. അവരുടെ ട്രാക്ക് റെക്കോർഡിൽ ഏറ്റവും ഉയർന്ന, അവരൊറ്റയ്ക്കാണ് മത്സരിച്ചത്, ഏറ്റവും ഉയർന്ന സംഗതിയാണത്. പിന്നീട് 2019-ൽ വന്നപ്പോഴേക്ക് പാറ്റേൺ മാറിയല്ലോ. SDPIക്ക് 10,000-ലധികം വോട്ടുകൾ കടന്ന 2 സ്ഥലങ്ങൾ, ഒന്ന് മലപ്പുറവും പൊന്നാനി, പിന്നെ മൂന്നാമതൊരെണ്ണം കൂടെ ഉണ്ട്, അത് പത്തനംതിട്ട ആണ്. SDPI 3 സ്ഥലങ്ങളിൽ 10,000 കടന്നത്, മറ്റേ അത്ര അതൊന്നും വന്നുമില്ല. ഇത് ഇവരുടെ സ്ഥിരം ബാന്ധവം. ഇപ്പോൾ മുമ്പേ ചർച്ചയിൽ ഇടയ്ക്ക് അഡ്വക്കേറ്റ് A. സമ്പത്ത് ഒരു കാര്യം പറഞ്ഞല്ലോ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മീറ്റിംഗ് നടത്തിയത് മറ്റെവിടെയല്ല, അദ്ദേഹം ആ സ്ഥലം പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ആ സ്ഥലം പറയാൻ മടിയില്ല. കൊണ്ടോട്ടി മീറ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ആ മീറ്റിങ്ങിൽ SDPI നേതാക്കളും ലീഗ് നേതാക്കളുമാണല്ലോ പങ്കെടുത്തത്. ആ പങ്കെടുത്തിട്ടുണ്ടാക്കിയ ധാരണ പ്രകാരം വീണ്ടും സഹായിച്ചു UDF-നെ. എന്തായി? LDF 99 സീറ്റിൽ ജയിച്ച് പിണറായി വിജയൻ രണ്ടാമത് മുഖ്യമന്ത്രിയായി. ഇന്നലെ SDPI നേതാവ് എറണാകുളത്ത് പത്രസമ്മേളനം നടത്തി പറഞ്ഞു കേട്ടില്ലായിരുന്നു? എന്തായിരുന്നു കാരണം? ഇപ്പോൾ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള കാരണം കേട്ടില്ല, വിചിത്രമായ കാരണം കേട്ടില്ല. 2020-ൽ CAA സമരത്തിൽ ഉൾപ്പെട്ട കേസിലെ പ്രതികളോട് വിവേചനം കാണിക്കുന്നു പിണറായി സർക്കാർ. എന്ത് വിവേചനം? അതൊന്നും പറയില്ലല്ലോ. അവിടെ ഗൗരവ സ്വഭാവമാർന്ന കേസുകൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയും മറ്റുള്ളവരെ കേസെല്ലാം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ട് 3 ആഴ്ചയായില്ല. പക്ഷേ ഇത് തന്നെ കൊച്ചിയിൽ പറയുന്നതിന്, പത്രസമ്മേളനത്തിൽ പറയുന്നതിന് ഈ SDPI നേതാവിന് ഒരു മടിയുണ്ടായില്ല. അതുതന്നെയാണല്ലോ ചില ഈ വിഴിഞ്ഞം കേസുമായി ബന്ധപ്പെട്ട് മറ്റു ചിലർ പറഞ്ഞു പരത്തിയത്. അതിന് മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി എന്തും പറയും. അത് മറ്റൊരു കാര്യം. പിന്നെ എന്തുകൊണ്ടാണിത് എന്നുള്ളത് ഞാൻ പറയുന്ന ഒരു കാര്യം നീലിമ, ഇത് നിശ്ചയമായി LDF ഗൗരവത്തോടെ കാണേണ്ട ഒരു കേസ് തന്നെയാണിത്. ഈ ഇഷ്യൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവർക്ക് കഷ്ടിച്ച് 1% താഴെ കേരളത്തിൽ വോട്ടുള്ളൂ, 1% താഴെ. പക്ഷേ കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വേവലാതിയുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കഴിഞ്ഞ തവണത്തെ പോലെ ക്ലീൻ സ്വീപ്പ് ആവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് തീരെ പരിതാപകരമായി പോയാലോ എന്നുള്ള ഒരു ധാരണയെ തുടർന്നാണ് പുതിയ ധാരണ രൂപപ്പെടുന്നത്. ആ ധാരണ പ്രകാരം ഞാൻ മനസ്സിലാക്കിയത് വെച്ചാണെന്നുണ്ടെങ്കിൽ, വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് വിലപേശൽ നടത്തിയത്. ആ വിലപേശൽ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് വെച്ചാണെന്നുണ്ടെങ്കിൽ
വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് വിലപേശൽ നടത്തിയത്. അവർ ആ വിലപേശൽ അംഗീകരിച്ചിട്ടുണ്ട് UDF, കോൺഗ്രസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ അതാണ് ഞാൻ അങ്ങയോട് ചില ഉപാധികളുടെ പുറത്തല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ശ്രീ ജയചന്ദ്രൻ, അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ഇത് ചില ഉപാധികളുടെ പുറത്തല്ലേ ഇത്തരത്തിലൊരു ധാരണ ഉണ്ടായതെന്ന് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടായിരുന്നു. അതെ 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 അത്തരം ചില കണ്ടീഷൻസിൻ്റെ പുറത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ധാരണ അവർ അങ്ങ് പരസ്യമായി പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ വസന്ത് പറഞ്ഞത് ആണ് നമ്മൾ അടിസ്ഥാനമാക്കി എടുക്കുന്നതെങ്കിൽ, ഈ ചർച്ചയ്ക്ക് വേണ്ടി മാത്രമെങ്കിലും അത് വസന്ത് പറഞ്ഞത് അടിസ്ഥാനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവർ പിന്തുണ തന്നു, മതേതര പാർട്ടിയാണ് കോൺഗ്രസ്, വേണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ്സാണ്. കാരണം ഈ SDP-യുടെ പിന്തുണ കിട്ടുന്നതുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ അധപ്പതിച്ച് പോയല്ലോ എന്ന് കരുതുന്ന വോട്ടർമാർ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ആ പാർട്ടിയാണ്, ആ മുന്നണിയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഡോക്ടർ മുനീർ പറഞ്ഞ കാര്യം ശ്രീ സമ്പത്ത് പറഞ്ഞല്ലോ. മുനീർ എന്താണ് നിലപാട് എന്നുള്ളത് പറയണം. അദ്ദേഹം നാളെ പറയുമായിരിക്കും. സ്വാഭാവികമായും അദ്ദേഹം നേരത്തെ പറഞ്ഞ ഈ ചോദ്യം നാളെ ഉയർന്നു വരുമല്ലോ, പറയണം. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഈ SDP-യുടെ അവർ ഓഫർ ചെയ്തിരിക്കുന്ന പരസ്യമായ പിന്തുണ നിരുപാധികം എന്നൊക്കെ പറയുന്നുണ്ട് അവർ. എങ്കിലും ഇരിക്കട്ടെ, നിരുപാധികം എന്നുള്ള അവരുടെ ആ ഒരു വാദമുഖം തന്നെ എടുക്കാം. അത് ആ പിന്തുണ നിരാകരിക്കാതെ സ്വീകരിക്കുന്നത്, ഞങ്ങൾക്ക് വോട്ട് വേണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്നാണ് ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ ജി ചോദിക്കുന്നത്. വോട്ട് വേണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇലക്ഷൻ അല്ലേ ഇത്? പുള്ളി നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്, 2021 ചോദിച്ചിട്ടുള്ള ഇതേ ചോദ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ട് ഇവിടെ. ഈ ധാരണ എന്ന് പറയുന്നത് തോൽവിയെ ഭയന്നുള്ള ധാരണയാണ് എന്ന് പിന്നെ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ പരസ്പരം പറയുന്നുണ്ട്. അണികളിലേക്ക് ഈ തരത്തിലുള്ള വികാരം എത്തുന്നത് കോൺഗ്രസ്സിന് നല്ലതാണോ എന്നുള്ള ആ പാർട്ടിയാണ് ചിന്തിക്കേണ്ടത്, ആ മുന്നണിയാണ് ചിന്തിക്കേണ്ടത്. പക്ഷേ ഏതായാലും ഞാനീ പറയുന്നത് ഒരു വോട്ടെങ്കിലും ഒരു വോട്ട് പിന്നെ ഈ ഇത്തരക്കാരുടെ UDF-ന് കിട്ടുന്നത് LDF-നെ കൂടുതൽ ജാഗ്രതപ്പെടുത്തേണ്ടതുണ്ട്, വോട്ടർമാരെ കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ.